സാംസ്കാരിക രംഗത്തെ ഇടപെടൽ ശക്തിപ്പെടുത്തുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു അജണ്ടയാണ്. നവകേരള വികസനത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും അതിനുതകുന്ന രീതിയിൽ പാർട്ടി സംവിധാനത്തെ ശക്തിപ്പെടുത്തുന്നതിനും ആവശ്യമായ നിലപാടുകൾ സ്വീകരിക്കുകയും വേണം. പുതിയ സാഹചര്യങ്ങളെ കണക്കിലെടുത്തുകൊണ്ട് ഇടപെടുന്നതിനുള്ള കാഴ്ചപ്പാടും സമ്മേളനം അംഗീകരിക്കേണ്ടതായിട്ടുണ്ട്. സമ്മേളനം കഴിയുന്ന ഘട്ടം വന്നപ്പോൾ പാർട്ടിയെയും സർക്കാരിനെയും ദുർബലമാക്കുന്നതിന് കേന്ദ്ര ഏജൻസികൾ വീണ്ടും മെല്ലെ കേരളത്തിലേക്ക് പ്രവേശിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. കഴിഞ്ഞ LDF സർക്കാരിന്റെ കാലത്ത് തീവ്രമായ രീതിയിലായിരുന്നു EDയുടെയും കേന്ദ്ര ഏജൻസികളുടെയും കടന്നാക്രമണം. വലതുപക്ഷ മാധ്യമങ്ങളുമായി ചേർന്ന് അവർ നടത്തിയ എല്ലാ കള്ളപ്രചാര വേലകളെയും അതിജീവിച്ചുകൊണ്ടാണ് രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നത്. ഇത്തരത്തിലുള്ള ഇടപെടലുകളുടെ തുടർച്ചയായാണ് കേരളത്തിലെ സഹകരണ മേഖലയിലും ED ഇടപെട്ട് തുടങ്ങിയത്. സഹകരണ മേഖലയെ തകർക്കുന്നതിന് ധനമൂലധന ശക്തികൾക്ക് പരവതാനി ഒരുക്കി കൊടുക്കുന്ന സമീപനം കേന്ദ്ര സർക്കാരിനുണ്ട് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. സംസ്ഥാനത്തിന്റെ അധികാര പരിധിയിൽ നിൽക്കുന്ന സഹകരണ പ്രസ്ഥാനത്തെ കൈപ്പിടിയിൽ ഒതുക്കുന്നതിനു വേണ്ടിയുള്ള നിയമ ഭേദഗതി ഉൾപ്പെടെയാണ് കേന്ദ്ര ഗവൺമെന്റ് ആവിഷ്കരിച്ചത്. എന്നാൽ സുപ്രീം കോടതിയുടെ ഫലപ്രദമായ ഇടപെടലിനെ തുടർന്ന് സഹകരണ പ്രസ്ഥാനം സംസ്ഥാന ലിസ്റ്റിൽപ്പെട്ടതാണ് എന്നുള്ളതുകൊണ്ട് തന്നെ അത് എങ്ങനെ കേന്ദ്ര പിടിയിൽ ഒതുക്കാം എന്ന പഴുതാണ് ഇപ്പോഴും അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. കരുവന്നൂർ ബാങ്കിന്റെ കാര്യത്തിൽ ഉണ്ടായ പോരായ്മകൾ, തെറ്റുകൾ പരിശോധിച്ച് തിരുത്തുന്ന നടപടികളാണ് സ്വീകരിച്ചിട്ടുള്ളത്. എന്നാൽ ആ തെറ്റിന്റെയും തിരുത്തലിന്റെയും ഭാഗമായി കാര്യങ്ങൾ രാഷ്ട്രീയമായ ധാരണയോടുകൂടി കൈകാര്യം ചെയ്യുക എന്നുള്ള സമീപനം ആദ്യം മുതലേ ED ആ ദിശയിലേക്കാണ് കാര്യങ്ങൾ നീക്കിയിട്ടുള്ളത്. ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് അരവിന്ദാക്ഷന്റെ ജാമ്യാപേക്ഷ അനുവദിച്ചുകൊണ്ട് ഹൈക്കോടതി അസന്നിഗ്ധമായി ഈ ഇടപെടൽ നിയമവിരുദ്ധമാണെന്ന് പറഞ്ഞിട്ടുള്ളതുമാണ്. ഈ വസ്തുതകളെല്ലാം നിലനിൽക്കുകയാണ് കേരളത്തിലെ പാർട്ടിയുടെ സമുന്നത നേതാവും മുൻ മന്ത്രിയും ഇപ്പോഴും പാർലമെന്റ് അംഗവുമായ CPIMന്റെ കേന്ദ്ര കമ്മിറ്റി അംഗം കൂടിയായ സഖാവ് K. രാധാകൃഷ്ണനെ ED നോട്ടീസ് നൽകി ചോദ്യം ചെയ്യാൻ തീരുമാനിച്ചിട്ടുള്ളത്. കഴിഞ്ഞ കുറേ മാസക്കാലമായി തൃശൂരിലെ പാർട്ടി നേതൃത്വത്തിനെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഗൂഢാലോചനകളുടെ തുടർച്ചയായാണ് ഈ നടപടിയെയും കാണേണ്ടത്. ഇതിനെ ശക്തിയായി നിയമപരമായും രാഷ്ട്രീയമായും നേരിടും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും. K. രാധാകൃഷ്ണനെ പോലെയുള്ളൊരു നേതാവിനെതിരായി നിർലജ്ജം നിലപാടുകൾ നീക്കിക്കൊണ്ടിരിക്കുന്ന ED നേരത്തെ അരവിന്ദാക്ഷന്റെ ജാമ്യാപേക്ഷയിൽ ഹൈക്കോടതി ചൂണ്ടിക്കാണിച്ചതുപോലെ നിയമവിരുദ്ധമായ രീതിയിലാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ ശ്രമിക്കുന്നത്.
അതിന്റെ ഭാഗമായി നിരവധി മാധ്യമ വാർത്തകൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. മുമ്പ് പറഞ്ഞ് അവസാനിപ്പിച്ചത് വീണ്ടും തുടരാനാണ് ED ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ ഗവൺമെന്റിനെയും ഇടതുപക്ഷ പാർട്ടിയുടെ പട്ടികയിലെ ഏറ്റവും പ്രമുഖ പാർട്ടിയായ CPM-നെയും കടന്നാക്രമിക്കുന്നതിനു വേണ്ടി കേന്ദ്ര ഏജൻസികൾ വീണ്ടും രംഗത്ത് വരികയാണ്. ഇത് ഞങ്ങളെ സംബന്ധിച്ച് യാതൊരു അത്ഭുതമുള്ള കാര്യമല്ല. വരാൻ പോകുന്ന 2026 മെയ് വരെയുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കും അസംബ്ലി തെരഞ്ഞെടുപ്പിലും ഈ മാധ്യമങ്ങളെ കൂടി ചേർത്ത് കഴിഞ്ഞ അസംബ്ലി ഇലക്ഷന്റെ കാലത്തുണ്ടായതുപോലെ വ്യാപകമായ രീതിയിലുള്ള കള്ളപ്രചരണം സംഘടിപ്പിക്കാൻ തന്നെയാണ് ഇവരുടെ നീക്കം. കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാനത്തിന് അനുവദിക്കേണ്ടുന്ന തുകയൊന്നും അനുവദിക്കാതിരിക്കുകയും വയനാട് ദുരന്തത്തിന് പോലും സഹായം നൽകാതിരിക്കുകയും ചെയ്യുന്ന കേരളത്തിലെ ജനങ്ങൾ ഒറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്ന കേന്ദ്ര ഗവൺമെന്റിന്റെയും രാഷ്ട്രീയത്തിന്റെയും BJP-യുടെയും സംഘപരിവാർ വിഭാഗത്തിന്റെയും പുതിയ നോട്ടം എങ്ങനെ വീണ്ടും അപവാദ പ്രചരണങ്ങളിലൂടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെയും ഗവൺമെന്റിനെയും പാർട്ടിയെയും തകർക്കാനാവും എന്നുള്ളതാണ്. അതിനി കുറെ മാസം തുടരും എന്നതിൽ ഞങ്ങൾക്ക് സംശയമില്ല. വളരെ ജാഗ്രതയോടുകൂടി ഇത്തരത്തിലുള്ള ഗൂഢാലോചന ജനങ്ങൾ മനസ്സിലാക്കണം എന്നാണ് അതിന്റെ പുതിയ പുറപ്പാട് നോക്കി ഞങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ ഉള്ളത്. വർഗീയവാദികൾ കേരളത്തിൽ മതനിരപേക്ഷ ഉള്ളടക്കമുള്ള സമൂഹത്തെ അപമാനിക്കാനുള്ള ബോധപൂർവമായ ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഗാന്ധിജിയുടെ കൊച്ചുമകൻ തുഷാർ ഗാന്ധിയെ കയ്യേറ്റം ചെയ്ത നടപടി അങ്ങേയറ്റം പ്രതിഷേധാർഹം. RSSന്റെ വർഗീയ അജണ്ടയുടെ ഭാഗമായാണ് മഹാത്മാഗാന്ധി ഉൾപ്പെടെയുള്ള ദേശീയ രാഷ്ട്രീയത്തിന്റെ പ്രമുഖ നേതൃത്വം വേട്ടയാടപ്പെട്ടത് എന്നെല്ലാവർക്കും അറിയാം. ഈ ഗാന്ധി ഇതേ നില തുടർന്നാൽ അദ്ദേഹത്തെ നിശബ്ദനാക്കേണ്ടി വരുമെന്ന ഗോൾവാൾക്കറുടെ പ്രസംഗം, അതിന്റെ തുടർച്ചയിലാണ് യഥാർത്ഥത്തിൽ ഗോഡ്സെയും കൂട്ടരും സവാർക്കർ ഉൾപ്പെടെ എല്ലാവരും പ്രതിയാക്കപ്പെട്ട ഗാന്ധിവധ കേസ് ഉണ്ടായത്. അത് കേരളത്തിലെയും ഇന്ത്യയിലെയും ജനങ്ങൾ അങ്ങേയറ്റം അപലപിച്ച ഒരു സംഭവമാണ് ഗാന്ധി വധം. അങ്ങനെയുള്ള ആശയങ്ങൾക്ക് മതനിരപേക്ഷ ഉള്ളടക്കത്തിൽ നല്ല മുൻകൈയുള്ള കേരളത്തിൽ ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ തുഷാർ ഗാന്ധിയെ പോലെയുള്ള സാമൂഹ്യ രാഷ്ട്രീയ മേഖലയിലെ പ്രതിഭകളെ കയ്യേറ്റം ചെയ്യുക, തടഞ്ഞുവെക്കുക, ചോദ്യം ചെയ്യുക, അദ്ദേഹം നടത്തിയ പരാമർശം പിൻവലിക്കണം എന്ന് ആവശ്യപ്പെട്ട് ഇത്തരത്തിലുള്ള ഭീകരാവസ്ഥ സൃഷ്ടിക്കുക, ഇതിന് സംസ്ഥാന ഗവൺമെന്റ് ശക്തിയായ നിലപാട് സ്വീകരിച്ചത് ശ്ലാഘനീയമാണ്. സംഘപരിവാറിന്റെ പ്രവർത്തനങ്ങൾ രാജ്യത്തിന്റെ മതനിരപേക്ഷതയ്ക്കെതിരെ അതിശക്തിയായ കടന്നാക്രമണമാണ് എന്ന യാഥാർത്ഥ്യം ഒരിക്കൽ കൂടി നമ്മൾ ഈ സംഭവത്തിലൂടെ കാണുകയാണ്. അഭിപ്രായ സ്വാതന്ത്ര്യം പോലും പാടില്ലെന്ന സംഘപരിവാർ നിലപാടാണ് ഇവർ കൈകാര്യം ചെയ്യുന്നത്. ഗാന്ധിജിയെ വധിച്ചവരുടെ മാനസികാവസ്ഥ കേരളം പോലുള്ള സംസ്ഥാനത്ത് ചിലരിലെങ്കിലും നിലനിൽക്കുന്നുവെന്ന് അങ്ങേയറ്റം ഗൌരവത്തോടുകൂടി
നാം കാണേണ്ടതായിട്ട് ഉണ്ട്. ഇത്തരത്തിലുള്ള നിലപാടുകൾക്കെതിരെ സംഘപരിവാർ വിഭാഗങ്ങളുടെ ഫാസിസ്റ്റിക് രീതിക്കെതിരെ പ്രതിഷേധം ഉയർന്നുവരണം എന്നാണ് ചൂണ്ടിക്കാണിക്കാനുള്ളത്. സംഘപരിവാർ വിഭാഗങ്ങളുമായി ചങ്ങാത്തം കൂടുന്ന കോൺഗ്രസുകാർക്ക് ഇതിലെന്താണ് പറയാനുള്ളത് എന്നത് ജനം കാതോർക്കുന്ന ഒരു കാര്യമാണ്. തൊഴിലുറപ്പ് പദ്ധതിയുടെ ഭാഗമായിട്ട് ഇപ്പോഴ് വലിയ രീതിയിലുള്ള തുക സംസ്ഥാനങ്ങൾക്ക് കൊടുക്കാൻ ബാക്കിയാണ് എന്ന വിവരം പാർലമെന്റ് സമിതി ഇപ്പോഴും പുറത്തു കൊണ്ടുവന്നിരിക്കുകയാണ്. തൊഴിലുറപ്പ് ഫണ്ട് വിഹിതത്തിൽ 23,446 കോടി രൂപ കുടിശ്ശികയാണ് എന്നാണ് പാർലമെന്ററി സമിതി വ്യക്തമാക്കിയിട്ടുള്ളത്. ഇത് കഴിഞ്ഞ വർഷം, അതായത് ഈ സാമ്പത്തിക വർഷത്തിലെ വിഹിതത്തിന്റെ 27.26% കണക്ക്. ഈ 27.26% കുടിശ്ശികയായി കിടക്കുമ്പോൾ ഇനിയിപ്പോഴ് അനുവദിച്ചു കിട്ടുന്ന ഫണ്ട് 1/4 മുൻ വർഷത്തെ കുടിശ്ശിക തീർക്കാൻ മാത്രമായിട്ട് ഉപയോഗിക്കേണ്ടി വരുമെന്നുള്ളതാണ് പ്രശ്നം. അതോടുകൂടി ഈ സാമ്പത്തിക വർഷം വലിയ കുറവാണ് തൊഴിൽ ദിനങ്ങളിൽ ഉണ്ടാവാൻ പോകുന്നത്. വേതനം പരിഷ്കരിക്കണമെന്ന ആവശ്യം പാർലമെന്റ് സമിതി മുന്നോട്ടേക്ക് വെച്ചിട്ടുണ്ട്. ആധാരധിഷ്ഠിത വിതരണം സംബന്ധിച്ചുള്ള കാര്യം ആ നില ഒഴിവാക്കണം എന്നും പാർലമെന്റ് സമിതിയുടെ നിർദ്ദേശത്തിൽ ഉള്ളതാണ്. നഗര വികസനത്തിനു വേണ്ടി നീക്കിവെച്ച തുകയിൽ 21,000 കോടി രൂപ കേന്ദ്ര ഗവൺമെന്റ് ലാപ്സാക്കിയിരിക്കുന്നു എന്നാണ് സമിതി കണ്ടെത്തിയ വേറൊരു കാര്യം. പാർലമെന്റ് സമിതിയുടെ റിപ്പോർട്ട് ഇതുമായി ബന്ധപ്പെട്ട് ഇടതുപക്ഷം പാർലമെന്റിലും പുറത്തു ഉന്നയിച്ച വസ്തുതകൾ ശരിയാണ് എന്ന് വ്യക്തമാക്കുന്നതാണ്. കേന്ദ്ര സർക്കാരിന്റെ ഇത്തരം നടപടികളാണ് കേന്ദ്രവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ജനങ്ങൾക്ക് ദുരിതങ്ങൾ നൽകുന്നത്. മറ്റൊരു കാര്യം ഞങ്ങൾ വിശദമായിട്ട് ആലോചിച്ചത് EMS AKG ദിനാചരണ പരിപാടികളാണ്. കേരളത്തിലെയും ഇന്ത്യയിലെയും കമ്മ്യൂണിസ്റ്റ് കർഷക പ്രസ്ഥാനത്തെ ശക്തിപ്പെടുത്താനും രൂപപ്പെടുത്താനും വളരെയേറെ ശക്തിയായി നേതൃത്വമായി നിലകൊണ്ട ദേശീയ പ്രസ്ഥാനത്തിലൂടെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്ന പ്രമുഖരായ 2 നേതാക്കളാണ് EMS-ഉം AKG. മാർച്ച് 19 EMS ദിനവും മാർച്ച് 22 AKG ദിനവുമാണ്. വിവിധ പരിപാടികളുടെ ഈ 2 ദിനങ്ങളും ചേർത്ത് 19 മുതൽ 22 വരെ കേരളത്തിലുടനീളം പഠന ക്യാമ്പുകൾ, പ്രഭാഷണങ്ങൾ, അതുപോലുള്ള പ്രധാനപ്പെട്ട പദ്ധതി പരിപാടികൾ ആസൂത്രണം ചെയ്ത് ദിനാചരണ പരിപാടി വിജയിപ്പിക്കണം എന്ന് പാർട്ടി സംസ്ഥാന കമ്മിറ്റി ആഹ്വാനം ചെയ്യുകയുണ്ടായി. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, നവകേരള സൃഷ്ടിക്കാനുള്ള പുതിയ വഴികൾ അതടിസ്ഥാനപ്പെടുത്തിയുള്ള കേരളത്തിലെ ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റിന്റെ യാത്ര 2ാം ടേമിൽ 4 വർഷം പൂർത്തിയാവാൻ പോകും. 4ാം വാർഷികാഘോഷ പരിപാടികൾ കേരളത്തിലുടനീളം പുതിയ നിലപാടുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചയും അതിനടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള സമീപനങ്ങളും സർവ്വ ജനവിഭാഗങ്ങളുമായിട്ട് സംവേദിച്ചുകൊണ്ട് മുമ്പോട്ടേക്ക് പോകാനാണ് ഗവൺമെന്റ് ആലോചിക്കുന്നത് എന്നാണ് മനസ്സിലാവുന്നത്.
4ാം വാർഷികാഘോഷ പരിപാടികൾ വലിയ വിജയമാക്കി തീർക്കുന്നതിനു വേണ്ടി പാർട്ടി പൂർണ്ണമായ പിന്തുണ നൽകണം എന്നും തീരുമാനിച്ചിരിക്കുക. ഇത്രയും കാര്യങ്ങളാണ് പൊതുവെ പറയാനുള്ളത്. അന്വേഷണത്തിന്റെ രണ്ട് രീതിയിലാണ് ഞങ്ങളത് കാണുന്നത്. സംസ്ഥാന കമ്മിറ്റി എന്ന രീതിയിൽ നൽകേണ്ട ചില കാര്യങ്ങളുണ്ട്. അത് സംസ്ഥാന കമ്മിറ്റിയുടെ ഭേദഗതിയായിട്ട് നൽകും. സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ ഉന്നയിച്ച നിരവധി കാര്യങ്ങളുണ്ട്. അത് അവർ തന്നെ ഭേദഗതികളായിട്ട് നിർദ്ദേശിക്കുക എന്നുള്ളതാണ് കാണുന്നത്. നവഫാസത്തിൽ നല്ല ക്ലാരിറ്റിയാണ് കേരളത്തിൽ ഉടനകൾ ഉണ്ടായിട്ടുള്ളത്. സമ്മേളനത്തിൽ പ്രകാശ് കാരാട്ട് ആ ഭാഗം നല്ലപോലെ വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കും ഏതാണ്ട് നല്ല ധാരണ ഉണ്ടായിട്ടുണ്ടെന്നാണ് എന്റെ വിശ്വാസം. നമ്മൾ തന്നെ അതിവിടെ നല്ല രീതിയിൽ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ഇല്ല, ഞങ്ങളിപ്പോൾ സംബന്ധിച്ചതും ഞങ്ങളിപ്പോൾ ചർച്ച ചെയ്തിട്ടില്ല. പരിശോധിക്കും, സ്വാഭാവികമല്ലേ, ആവശ്യമായി പരിശോധിക്കും. അല്ല, അദ്ദേഹത്തിന് അനുകൂലമായിട്ടല്ലോ പരിശോധന വരിക. പരിശോധിക്കുന്നതിന് അദ്ദേഹത്തിന് എങ്ങനെ അനുകൂലമാകുക? പാർട്ടിക്കകത്തും സംഘടനക്കകത്തും പറയേണ്ട കാര്യങ്ങൾ പരസ്യമായിട്ട് പറഞ്ഞു എന്നുള്ളത് പാർട്ടിക്കകത്ത് സംഘടനാപരമായ തെറ്റായ നിലപാടാണ്. ആ നിലപാട് സ്വീകരിച്ചവരാരൊക്കെയുണ്ടോ അവർക്കെല്ലാം എതിരായിട്ട് ശരിയായ സംഘടനാപരമായ നിലപാട് സ്വീകരിച്ചു പോകും പാർട്ടി. അത് ആര് എന്നുള്ള പ്രശ്നമൊന്നുമില്ല. അദ്ദേഹത്തിന്റെ 52 വർഷക്കാലത്തെ സേവനവും മറ്റുള്ള 9 വർഷക്കാലത്തെ സേവനവും താരതമ്യപ്പെടുത്തിയപ്പോൾ ഇത് പാർട്ടിക്കകത്തെ ഒരു ആളുകൾക്ക് പുതിയ ആളുകൾ കടന്നു വരുമ്പോൾ ഒരു പ്രശ്നമാണോ? എന്താ പുതിയതായിട്ട് കടന്നു വരുന്നവർക്ക് ആവേശം ഉണ്ടാകുക, ആയിരുന്നു പ്രശ്നമുണ്ട്. ഇവിടെ എത്ര വർഷക്കാലം പ്രവർത്തിച്ചു എന്നുള്ളതല്ല, ഓരോ മേഖലയിലും നേതാക്കന്മാരെയും പ്രവർത്തകരെയും കണ്ടെത്തുമ്പോൾ പ്രധാനമായിട്ടും പാർട്ടി കാണുന്നത് പഴയ നേതാക്കളും വേണം, പുതിയ നേതാക്കളും അല്ലെങ്കിൽ സഖാക്കളും ചേർന്നിട്ടുള്ള ഒരു കൂട്ടായ നേതൃത്വമാണ് പാർട്ടി ഉദ്ദേശിക്കുന്നത്. അത് പാർട്ടി വ്യക്തമാക്കിയതാണ്, നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ്. അതിന് രണ്ട് കാര്യമാണ് ഞങ്ങൾ അടിസ്ഥാനപരമായി കാണുന്നത്. ഒന്ന് അതിന്റെ മെറിറ്റാണ്, മറ്റൊന്ന് അതിന്റെ മൂല്യമാണ്. ഈ രണ്ടിനെയും അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നവീകരിക്കുക എന്ന പ്രക്രിയ സമ്മേളനത്തിന്റെ ഭാഗമായിട്ട് എല്ലാ ഘടകങ്ങളിലും ബ്രാഞ്ച് മുതൽ മേലോട്ട് നടന്ന ഒരു കാര്യമാണിത്. അതിന്റെ ഭാഗം തന്നെയാണ് സംസ്ഥാന കമ്മിറ്റിയും സംസ്ഥാന സെക്രട്ടേറിയറ്റും എല്ലാം തന്നെ രൂപപ്പെട്ടത്. മെറിറ്റും മൂല്യം അത് ഇടക്കിടക്ക് പറഞ്ഞുകൊണ്ടേയിരിക്കണം, എന്നാലേ ഇത് ഇല്ലില്ല, അങ്ങനെയൊന്നും അവസാനം നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത്? പത്രക്കാരും പറഞ്ഞുകൊണ്ടിരിക്കുന്നതൊക്കെ ഒന്നുമില്ല. നിങ്ങൾ കാരണം നിങ്ങൾ ആ സമ്മേളനത്തിൽ എന്നെപ്പറ്റി എന്തൊക്കെയാ വന്നു എന്ന് പറഞ്ഞത് എല്ലാം ശുദ്ധ അസംബന്ധമല്ലേ? അപ്പൊ നിങ്ങൾ തോന്നിയ പോലെ എല്ലാം പറയുന്നുണ്ട്. ആ പറയുന്നതിനും ഞാൻ മറ്റു പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അത് ഞാൻ നേരത്തെ പറഞ്ഞതാണ്. പോസിറ്റീവായ കാര്യം മാത്രം എടുത്താൽ മതി, നെഗറ്റീവെല്ലാം വിട്ടുകളിയാണ്. ആര് നോക്കുന്നു നിങ്ങളെ ഈ വർത്താനെല്ലാം? ആ അല്ല, അതൊക്കെ വ്യക്തിപരമായിട്ട് ഓരോരാൾക്കും ബോധ്യപ്പെടൽ പ്രശ്നമാണ്. എല്ലാവരും കൂട്ടായിട്ട് ബോധ്യപ്പെടുക വേണ്ടേ? ചിലയാൾക്ക് ബോധ്യം ഉണ്ടാവില്ല, അത് ഉണ്ടാക്കും, പോരെ? അങ്ങനെ ബോധ്യപ്പെടാത്തവരെ ബോധ്യപ്പെടുത്തിയല്ലേ വേണ്ടേ? അത് ഞങ്ങൾ ചെയ്യും. അത് നിങ്ങൾ വല്ലാതെ വിഷമിക്കണ്ട, ഞങ്ങൾ തന്നെ സംഘടനാപരമായിട്ട് ചെയ്തു കൊടുക്കും കാര്യമല്ലോ. അല്ല, അതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ അതിന്റെ ഉൾപ്പെട്ടതാണ് എല്ലാം. അത് ഇന്നയാളെ ഓരോരാളെ നോക്കിയിട്ടില്ലല്ലോ നിലപാട് സ്വീകരിക്കുക. കണ്ണൂരിൽ നിന്നുള്ള ഒരു പ്രധാനപ്പെട്ട നേതാവ്, അദ്ദേഹം RSSന്റെ ആക്രമണത്തിന് ഇരയായ ഒരാളാണ്. അപ്പൊ അത്തരത്തിലുള്ള എല്ലാവിധ പാർട്ടിക്ക് വേണ്ടിയുള്ള സഹായങ്ങളുള്ള ഒരാളെ എന്ത് കാരണം തന്നെ ഒഴിവാക്കുന്നതെന്നുള്ള ഒരു ബോധ്യം വേണ്ടാണ്. അതെല്ലാം ബോധ്യമുണ്ട്, ജനങ്ങൾക്ക് കൃത്യമായ ബോധ്യമുണ്ടാവും, പാർട്ടിക്കും ബോധ്യമുണ്ട്, ഓരോന്നിനെപ്പറ്റിയും ബോധ്യമുണ്ട്. ഇനി അഥവാ ആർക്കെങ്കിലും ബോധ്യമാവുന്നില്ലെങ്കിൽ അവരെ ബോധ്യപ്പെടുത്തുക എന്നുള്ളത് പാർട്ടിന്റെ ചുമതലയാണ്. അത് പാർട്ടി നിർവഹിച്ചോളാം.
അത് നിർവഹിക്കും. അതിനെ സംശയമൊന്നും വേണ്ട. പി ജയരാജന്റെ കാര്യത്തിൽ മനു തോമസിന്റെ ആ അദ്ദേഹം പുറത്തുപോയതിന് കണ്ണൂരിൽ ഒരു പരാതിയുണ്ട്. ആ പരാതിയൊക്കെയാണോ അദ്ദേഹത്തിന് തടസ്സമായത്? അതൊന്നല്ല, അതൊന്നും വെറുതെ പറയാൻ മാത്രം. നിങ്ങൾ ഓരോ പുതിയ കണ്ടുപിടുത്തം നടത്തുകയാണ്. ആ പരാതി കണ്ണൂരിൽ കത്തുണ്ടായിരുന്നു ജില്ലാ കണക്കിന്. കത്തെല്ലാം കത്തൊക്കെ ഞങ്ങളുടെ കയ്യിലുണ്ടാവും. കത്ത് ഞങ്ങൾ പരിശോധിച്ചിട്ടുണ്ടാവും, തീർത്തിട്ടുണ്ടാവും. അതിനൊന്നും പിന്നെ ഒരു കത്ത് ഏതെങ്കിലും ഒരു കത്തും കൊണ്ട് നടത്തുന്ന കാര്യമില്ല. എല്ലാം തീർക്കുന്നു. ഒരു തീർക്കാനൊന്നും ബാക്കിയില്ല. പ്രശ്നങ്ങളൊന്നും തന്നെ അവശേഷിക്കുന്നില്ല. എല്ലാം തീർത്തുകൊണ്ടാണ് മുമ്പോട്ടേക്ക് പോകുന്നത്. ഇത് ഞാൻ പറഞ്ഞില്ല അങ്ങനെ. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് അങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ പറയാം. നിങ്ങൾ അങ്ങനെ പറയുന്നതുകൊണ്ട് എനിക്ക് യാതൊരു പ്രയാസമില്ല. ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് പറയണ്ട. ഇനി അഥവാ ഇനി അങ്ങനെ പറഞ്ഞാലും പ്രശ്നമില്ല. കാരണം നിങ്ങളൊക്കെ എന്തൊക്കെയാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അക്കൂട്ടത്തിൽ ഇതെല്ലാം കണക്കൂട്ടുന്നു മാത്രമേ ഉള്ളൂ. പാർട്ടിക്ക് ഇല്ല ഇല്ല, ഞങ്ങൾക്ക് അങ്ങനത്തെ അഭിപ്രായമൊന്നുമില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം ഞങ്ങളുടെ അഭിപ്രായമായിട്ട് പറയേണ്ട അർത്ഥം അത് പറഞ്ഞാൽ മതി. അതാണ് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഓരോരോ അഭിപ്രായം ഞങ്ങളെല്ലാം വായി ഇങ്ങനെ കുത്തിത്തിരികി വെക്കുകയാണ്. എന്നിട്ട് അത് അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്ന് വാർത്ത ഉണ്ടാക്കാൻ ഒരു വൈരുദ്ധ്യമില്ല. എന്താ ഡയറക്റ്റ് എങ്ങനെ എന്തേ ഒരു ഈർഷ്യ ഉണ്ടാവണ്ട? നിങ്ങളോട് എന്ത് ഈർഷ്യ ഉണ്ടാവാനാ? നിങ്ങൾ കുറെ കൊല്ലായിട്ട് ഇതേപോലെ പെരുമാറിക്കൊണ്ടിരിക്കുകയല്ലേ. പിന്നെ നിങ്ങളോട് ഈർഷ്യയോട് പെരുമാറിയാൽ നിങ്ങളോട് ഈർഷ്യയോട് മാത്രമേ പെരുമാറാൻ പറ്റൂ. പക്ഷെ അത് ഞാൻ പരമാവധി കുറച്ച് ഈർഷ്യയില്ലാതെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടാ. ആര്? ആ ആ കൂടുതൽ പങ്കെടുക്കണം എന്നുള്ളതുകൊണ്ട്. അയ്യോ വേറെന്താ വരാൻ പ്രശ്നം? അതെ, കൂടുതൽ ശ്രദ്ധിക്കണം. ഇനിയും അവൈലബിൾ കമ്മിറ്റിയിലെല്ലാം പങ്കെടുക്കണം. അതിനെന്താ കുഴപ്പം? നിങ്ങളിങ്ങനെ ഓരോ പരാമർശം നോക്കി നിങ്ങൾക്ക് റിപ്പോർട്ട് കിട്ടിയേ. നമ്മളെ ഒരു റിപ്പോർട്ട് മോഷണം പോയി ഒരു റിപ്പോർട്ട്. നോക്കണം എങ്ങനെയാ പോയതെന്ന് നോക്കണം. നോക്കുന്നുണ്ട് ഞങ്ങൾ. നോക്കണമെന്നോ? നോക്കണം എന്നാ പറഞ്ഞത്. നോക്കിയില്ല. നോക്കണത്രേ. നോക്കാം, അന്നേരം പറയാവാണെങ്കിൽ. ഗവർണറോട് ചോദിച്ചു നോക്കിയാൽ കൃത്യമായിട്ട് മറുപടി പറയും. അതെ, ഗവർണറോട് ചോദിക്കണം എന്തോ ആ അടിസ്ഥാനത്തിലാണോ. അങ്ങനെയാണെങ്കിൽ നമ്മൾ കാണണ്ടേ. ഗവർണറും അതുപോലെ തന്നെ മറ്റ് അധികാര സ്ഥാപനങ്ങളെല്ലാം പരസ്പരം ശത്രുതാപരമായിട്ട് കൈകാര്യം ചെയ്യപ്പെടണമെന്ന് ആരും പാർലമെന്ററി ജനാധിപത്യ സംവിധാനത്തിന്റെ ഭാഗമായിട്ട് കരുതുന്നില്ല. ഉണ്ടോ? ഉണ്ടോ? ഇല്ല. ശത്രുതാപരമാവേണ്ട യാതൊരു കാര്യമില്ല. അവസാനിപ്പിക്കാം അല്ലേ? ഏതാണ്ട് കയ്യില്ലേ? ഇന്ന് അന്നല്ലേ? അത് ഭയങ്കര തിരക്കായിരുന്നു. അല്ല, എന്നിട്ടും പറഞ്ഞു എല്ലാവരോടും. പത്രക്കാരോടെല്ലാം പത്രക്കാരെ കണ്ടല്ലോ, എല്ലാവരും കണ്ടു. ഒറ്റക്കൊറ്റക്ക് ഒരാൾക്ക് കൊടുക്കാൻ പറ്റിയില്ല മാത്രമേ. അവരെ കണ്ടു. ശരി.